KSRTC ഇപ്പോൾ പഴയതുപോലെയല്ല. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. KSRTCയെ എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഗതാഗത വകുപ്പും ഗണേഷ് കുമാറും. അതിനായി എല്ലാ പദ്ധതികളും നടത്തിവരികയാണ്. ഇതാ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ആശ്വാസ വാർത്തയാണ്. പഴയ സൂപ്പർ ഫാസ്റ്റുകൾ AC ബസ്സുകളാക്കാനുള്ള സാധ്യത തേടിയിരിക്കുകയാണ് ഇപ്പോൾ KSRTC. കാസർഗോഡ് ബത്തഡ്ക റൂട്ടിലെ സ്വകാര്യ ബസ്സിൽ 6 ലക്ഷം ചിലവിൽ AC ഘടിപ്പിച്ചതാണ് പ്രചോദനം. AC പ്രീമിയം ബസ്സുകൾക്ക് സ്വീകാര്യത കൂടുന്നതും കണക്കിലെടുത്തു. ഇക്കാര്യം പഠിക്കാൻ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചിട്ടുമുണ്ട്. കഴിയും വേഗം റിപ്പോർട്ട് നൽകാൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. പരീക്ഷണാർത്ഥത്തിൽ 1-2 ബസ്സുകളിൽ സ്വകാര്യ കമ്പനിയെ കൊണ്ട് AC ഘടിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. വിജയകരമാണെങ്കിൽ സ്വന്തം നിലയിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കും. ഇങ്ങനെയാകുമ്പോൾ AC-യിലേക്ക് മാറ്റാനുള്ള ചെലവ് 4 ലക്ഷം രൂപയായി കുറയ്ക്കാനാകുന്നത് ഏറ്റവും പ്രത്യേകതയാണ്. AC കംപ്രസർ പ്രവർത്തിക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചതിനാൽ നിലവിലുള്ള സംവിധാനത്തിൽ ബസിന്റെ ഇന്ധനക്ഷമത കുറയുന്ന പ്രശ്നമുണ്ട്. പകരം ഡൈനാമോ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യുകയും അതുകൊണ്ട് AC പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്വകാര്യ സംരംഭകർ വികസിപ്പിച്ചത്. അതേസമയം പെൻഷൻകാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. ട്രാൻസ്പോർട്ട് റിട്ടയർഡ് ഓഫീസേഴ്സ് ഫോറം 13ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ മുടങ്ങാതെ നൽകാൻ ഇടതു സർക്കാരിന് കഴിയുന്നുണ്ട്. KSRTC തിരിച്ചുവരവിന്റെ പാതയിലാണ്. അടുത്ത ഒരു വർഷത്തിനിടെ 1000 ബസ്സുകൾ ഇറക്കും. സെമി ഡീലക്സ്, സെമി സ്ലീപ്പർ ക്ലാസ് ബസ്സുകളിൽ കുറഞ്ഞ ചിലവിൽ യാത്ര ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്നും സഹകരണ സംഘങ്ങൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു. മലയോര മേഖലയിലേക്ക് സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് ഗതാഗത മന്ത്രി MLA-യുടെയും KSRTC ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി ജനകീയ കൂട്ടായ്മ കൺവീനർ ജയകൃഷ്ണൻ പറഞ്ഞു. സമരപരിപാടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ജനകീയ കൂട്ടായ്മ സമരസമിതി യോഗം ചേർന്നു. സർവീസുകൾ പുനരാരംഭിക്കാൻ വൈകുന്ന പക്ഷം 1500 പേരെ പങ്കെടുപ്പിച്ച് ഫെബ്രുവരി 3-ന് KSRTC പത്തനംതിട്ട ഡിപ്പോയിലേക്ക് മാർച്ച് നടത്താൻ യോഗം തീരുമാനിച്ചു. ഇതിനായി വാർഡ് തല യോഗങ്ങൾ 28-ന് മുൻപ് പൂർത്തിയാക്കും. പഞ്ചായത്തിലെ 10,000 പേരുടെ ഒപ്പ് ശേഖരിച്ച് മന്ത്രിക്ക് നിവേദനം നൽകും. സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും നോട്ടീസ് വിതരണം ചെയ്യാനും യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മൂഴി SNDP ഹാളിൽ നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷനിൽ പ്രതീക്ഷിച്ചതിലും ജനപങ്കാളിത്തമുണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ഒത്തുകൂടിയത്. കൺവെൻഷന് മുന്നോടിയായി നടത്തിയ വാഹന പ്രചാരണ റാലിയും ശ്രദ്ധേയമായി. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ച ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മുൻപ് പലതവണ സമരം നടത്തിയിരുന്നു. അവസാനം തണ്ണിത്തോട് പഞ്ചായത്ത് ഭരണസമിതി പത്തനംതിട്ട ഡിപ്പോയിൽ സമരം നടത്തിയിട്ടും ഫലം കണ്ടിരുന്നില്ല. സംസ്ഥാനത്ത് KSRTC സർവീസ് ഇല്ലാത്ത പഞ്ചായത്തായി തണ്ണിത്തോട് മാറിയിട്ടും ജനപ്രതിനിധികൾ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സ്വകാര്യ ബസ് ഉടമയെ സഹായിക്കാനാണ് KSRTC സർവീസ് പുനരാരംഭിക്കാത്തതെന്ന് കാലങ്ങളായി നാട്ടുകാർ ആരോപിക്കുന്നുമുണ്ട്. ഇതേ തുടർന്നാണ് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പഞ്ചായത്ത് നിവാസികൾ ജനകീയ കൂട്ടായ്മയുടെ കീഴിൽ അണിനിരുന്ന സമരത്തിനിറങ്ങിയത്. ശക്തമായ ജനകീയ സമരത്തിന് മുന്നിൽ അധികൃതർ മുട്ടുമടക്കുമെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ പ്രതീക്ഷയും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.